ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതം കഥയാക്കാൻ പറ്റും, സിനിമയാക്കാൻ പറ്റുവാണെങ്കിൽ എനിക്ക് സാധിക്കും. പറഞ്ഞു തരാൻ സാധിക്കും. ധാരാളം അനുഭവങ്ങളും ജീവിതത്തിൽ പുതിയൊരു മനുഷ്യനായിട്ട് തിരിച്ചു വരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരാളോട് ഞാൻ സംസാരിക്കത്തില്ല മുഖത്ത് നോക്കിയിട്ട്. വളരെ മാറി നിൽക്കും. ക്യാമറയ്ക്ക് മുമ്പിൽ എൻ്റെ ഒരു കൂട്ടുകാരൊക്കെ സെൽഫി എടുക്കുമ്പോൾ പോലും ഞാൻ മാറി നിൽക്കും. ആ ഒരു ഞാൻ സ്വന്തമായ ഒരു ക്യാമറ നോക്കി സംസാരിക്കുന്നു. ഇപ്പോൾ സാറിനോടായാൽ പോലും ഞാൻ സംസാരിക്കുന്നു. ധാരാളം മനുഷ്യരുടെ അനുഭവങ്ങൾ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ഞാൻ കണ്ട കാഴ്ചകൾ ഇന്നും എൻ്റെ ഹൃദയത്തിലുണ്ട്. അതെനിക്ക് ഷെയർ ചെയ്യാനും സാധിക്കും ഈ ഒരു യാത്രയിൽ. ധാരാളം അറിവുകളുമായിട്ടാണ് ഞാൻ ഈ ഒരു യാത്ര തിരിച്ചറിഞ്ഞത്. നമ്മളൊക്കെ പാഠപുസ്തകം പഠിക്കാറില്ലേ? ആ പഠിക്കുന്ന ഓരോ വരികളിലൂടെ ഞാൻ സഞ്ചരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം എങ്ങോട്ടാണ് പോയത്? നമ്മൾ കേരളത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡയറക്റ്റ് പോയത് കർണാടകയാണ്. ഓരോ സ്റ്റേറ്റിലൂടെ അതായത് ഇവിടുന്ന് ഒരു വണ്ടി എവിടെ കിട്ടും? അതായത് മീൻ വണ്ടിയൊക്കെയാണ് മെയിൻ ആശ്രയം. അവരൊക്കെ നല്ല മനുഷ്യരായിരുന്നു. മീൻ വണ്ടി, സിമൻറ്റ് വണ്ടി, അരി കൊണ്ടുപോകുന്ന വണ്ടി. അപ്പോൾ ഒരു 50 കിലോമീറ്റർ, 60 കിലോമീറ്റർ അവരോട് പോകും. ചില സമയത്ത് അവരോടൊപ്പം കിടന്നുറങ്ങും. ചില സമയത്ത് അവരോടൊപ്പം കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ റോഡ് സൈഡിൽ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. ഒരു എന്താ പറയുക, അതിൻ്റെലൊന്നുമില്ല. ഒരു 6000 രൂപ വെച്ച് ഇറങ്ങിയൊരു യാത്രയാണ്. പക്ഷേ വഴിയിൽ വെച്ച് തരുന്ന ആൾക്ക് തരുന്ന ഭക്ഷണം, അമ്പലങ്ങൾ, പള്ളികൾ, അത് ഏത് മതക്കാരുടേതായാലും പോലും എല്ലാവരും എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നിവിടെ തങ്ങുക, ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെ പോകാം. അങ്ങനെ കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് അതിനുള്ളിലുള്ള എല്ലാ സ്ഥലങ്ങളും ചില ഗ്രാമങ്ങളൊക്കെ പോയിട്ടാണ് ഞാൻ ഡൽഹിയിലെത്തുന്നത്. അതിൽ 5, 6 ആദ്യത്തെ മാസത്തെ ഒരു പോയിന്റ് ഡൽഹിയാണ്. അങ്ങനെ പോയി എത്തിയപ്പോൾ. അതിൽ മെയിൻ സിറ്റി, നമ്മുടെ ഇന്ത്യയിലെ എ ക്ലാസ് സിറ്റി എന്നാണ് ഡൽഹി എന്ന് പറഞ്ഞത്. ക്യാപിറ്റലാണല്ലോ. അവിടെയാണ് ഞാൻ എത്തിയത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര വണ്ടികൾ കാണുന്നത്. മനുഷ്യനിങ്ങനെ തിരക്ക് പിടിച്ച് ഓടുന്നത് കാണുന്നത്. പലതരം ജീവിതം കാണുന്നത്. ഒരു തെരുവിൽ തന്നെ ലക്ഷറി കാറിൽ പോകുന്നൊരു മനുഷ്യനും ഉന്തുവണ്ടി ഓടിച്ചു പോകുന്ന മനുഷ്യനും കണ്ടത് ഈ ഡൽഹിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ കയ്യിലൊരു 6000 രൂപ, ഒരു ബാഗിൽ കൊള്ളാവുന്ന സാധനങ്ങൾ. തീർച്ചയായിട്ടും. ഇതാണ് പാഥേയം. ഇതുമായിട്ടാണ് യാത്ര പക്ഷേ പുറപ്പെടുന്നത്. ആ 6000 രൂപ കൊണ്ടല്ല ഡൽഹി വരെ ഞാൻ എത്തിയത്. എന്നെ അതിനുള്ളിൽ ധാരാളം മനുഷ്യർ, അതിൽ മലയാളികളുണ്ട്, ഓരോ ഗ്രാമത്തിൽ അവിടുത്തെ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഞാൻ ഡൽഹിയിലെത്തിയത്. അതിൻ്റെ കൂടെ എൻ്റെ നടത്തവും. പരമാവധി നടക്കും. അതുപോലെ ഹിച്ച് ഹൈക്കിംഗ്, കിട്ടുന്ന ലോറി വാഹനങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ കൈ കാണിച്ച് കയറി പോകും. ഹൈവേ, നമ്മുടെ എക്സ്പ്രസ് ഹൈവേ ഒക്കെ കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു ആദ്യം. ഇത്രയും വലിയ റോഡൊക്കെ ഇങ്ങനെ പോവുക, കുറേ വണ്ടികൾ പോവും. അപ്പോൾ ലോറിയൊക്കെ പോകുമ്പോൾ ഞാൻ ദൂരേന്ന് കൈ കാട്ടും എൻ്റെ വലിയ ബാഗ് കൂടെ വെച്ചിട്ട്. ചില ആൾക്കാർ നിർത്തിത്തരും, ചില ആൾക്കാർ നിർത്താണ്ട് പോകും. എന്നാൽ നിർത്തുന്നൊരു വണ്ടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. അങ്ങനെ കയറി കയറി ഞാൻ ഡൽഹിയിലെത്തി. ഓക്കെ. പക്ഷേ ഡൽഹി ആയിരുന്നില്ല ലക്ഷ്യം. വീട്ടിൽ അല്ല നിന്ന് അല്ല, ഇറങ്ങുമ്പോൾ ഒരു നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവുമല്ലോ, ഒരു ലക്ഷ്യം. ബോർഡ് ഉണ്ടായിരുന്നു എൻ്റെ ബാഗിൻ്റെ. കേരള ടു കാശ്മീർ ആയിരുന്നു. എല്ലാ മലയാളികൾക്കും ആദ്യം ഇന്ത്യയിൽ എവിടെ പോകണമെന്ന് ചിന്തിച്ചാൽ കാശ്മീർ ഇല്ലെങ്കിൽ മണാലിയൊക്കെയാണ് ചിന്ത. അങ്ങനെ ഒരു കാശ്മീർ ഒരു ബോർഡ് വെച്ചു ഞാൻ. ബോർഡെന്ന് വെച്ചാൽ എൻ്റെ യാത്ര ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് കാര്യങ്ങൾ ആർക്കും അറിയുവാണെങ്കിൽ, മലയാളികൾ വഴിയിൽ കണ്ടുമുട്ടുവാണെങ്കിൽ അവരോടൊക്കെ സംസാരിക്കുന്ന രീതിയിലാണ് ഞാൻ ബോർഡ് വെച്ച് ഇറങ്ങിയത്. അങ്ങനെ ഡൽഹിയിൽ നിന്നാണ് ഞാൻ പോയത്, ഡയറക്റ്റ് കാശ്മീരിലേക്കല്ല. ഞാൻ മണാലിയിലേക്കാണ് പോയത്. ഹിമാചൽ പ്രദേശിലേക്കാണ് എൻ്റെ ആദ്യത്തെ മഞ്ഞുമല യാത്രകൾ തുടങ്ങുന്നത്.